ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിൻ്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനിസ് കഴിഞ്ഞ ദിവസം ധാക്കേശ്വരി ക്ഷേത്രത്തിലെത്തി. എന്നിട്ട് സർക്കാരിനെക്കുറിച്ച് മുൻവിധി വേണ്ട, ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടായാൽ ഞങ്ങൾ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നൊക്കെ പറഞ്ഞു. വിശ്വസിക്കാമോ ഇത്തരത്തിലുള്ള ചില നിലപാട്? എത്ര വീഡിയോ പുറത്തു വരുന്നു. ന്യൂനപക്ഷങ്ങൾ അതിദാരുണമായിട്ട് കൊല്ലപ്പെടുന്നു, ബലാത്കാരം ചെയ്യപ്പെടുന്നു, സ്ത്രീകൾ തെരുവിൽ നഗ്നരാക്കപ്പെടുന്നു. ഈ മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന ആൾ ഒരു പട്ടാള അട്ടിമറിയിലൂടെ അധികാരത്തിൽ വന്ന ആളാണ്. അയാൾ ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്ന ആളൊന്നുമല്ല. അയാൾ ലെജിറ്റിമൈസ് ലീഡർഷിപ്പും അല്ല ബംഗ്ലാദേശിലെ. അയാൾക്ക് എത്ര വോട്ട് കിട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ? മത്സരിച്ചിട്ട് പോലുമില്ല. പട്ടാളം കീറി പിടിച്ചു. ഷെയ്ഖ് ഹസീനയുടെ സ്ഥലം വിടാൻ പറഞ്ഞു. 3/4 മണിക്കൂർ സമയം കൊടുത്തു. അവർ പുറത്തേക്ക് കടന്നു. പട്ടാളം അത് ഏറ്റെടുത്തു. ഈ മനുഷ്യനെ ചീഫ് അഡ്വൈസർ, ശരിക്കും പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ, അഡ്വൈസർ എന്നൊക്കെ പേര് മാത്രം, അങ്ങനെ വാഴിച്ചു. ഇത് ജമാഅത്തെ ഇസ്ലാമി അമേരിക്ക ചേർന്നുള്ള ഓപ്പറേഷനാണ്. അതിനകത്തെ ഒരു ബൊമ്മയാണ്, മുഖ്യ ബൊമ്മയാണ് ഈ മുഹമ്മദ് യൂനിസ്. അയാൾ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. പോലീസുകാർ പണിമുടക്കിലാണ് അവിടെ. ഹോൾ ബംഗ്ലാദേശിലെ പോലീസ് പണിമുടക്കിയിരിക്കുകയാണ്. പട്ടാളത്തിൻ്റെ മേധാവികൾ രാജിവെക്കുന്നു, സുപ്രീം കോടതി ജഡ്ജിമാർ രാജിവെക്കുന്നു, ഇലക്ഷൻ കമ്മീഷൻ രാജിവെക്കുന്നു, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലോ മറ്റോ രാജിവെച്ചു. ഈ തോന്നിയ ആൾക്കാർ രാജിവെക്കുകയൊക്കെയാണ്. സുപ്രീം കോടതി ജഡ്ജി രാജിവെച്ചു. എന്താ അവിടെ ഒരു നിയന്ത്രണമില്ലോ, ഒന്നുമില്ല. അരാജകത്വമാണ്. അതിൽ മുഹമ്മദ് യൂനിസ് എന്ത് ചെയ്യാനാണ്? ആരെ സംരക്ഷിക്കുകയാണ്? അയാൾക്ക് സ്വയം സംരക്ഷിക്കാൻ അയാൾക്ക് 84 വയസ്സായി. അയാൾ ആരെ സംരക്ഷിക്കാൻ പോകുന്നു? പോലീസ് അയാളുടെ കയ്യിലില്ല. പട്ടാളം അയാൾ പറഞ്ഞാൽ കേൾക്കുമെന്ന് ഉറപ്പില്ല. ഒരു നിയന്ത്രണവും ഒരു ചുക്കുമില്ല. ചുമ്മാ അരാജകത്വം നടക്കുന്ന നാട്, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള നാട്. അവിടെ മുഹമ്മദ് യൂനിസിൻ്റെ വാക്ക് അയാൾക്ക് വെറുതെ പറയാം. അയാൾക്ക് മീഡിയ കവറേജ് ഉള്ളതുകൊണ്ട് അയാൾ പറയുന്നത് പുറത്തു വരും, ഇത്രയേ ഉള്ളൂ. വേറെ ഒരു വിശേഷവും അവിടെ ഇല്ല. ഈ ക്ഷേത്രങ്ങൾ ഇങ്ങനെ തകർക്കപ്പെടുന്നു, ഹിന്ദുക്കൾ ക്രൂരമായി ആക്രമിക്കപ്പെടുന്നു. അപ്പോൾ പേടിച്ചൊളിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഹിന്ദു സമൂഹം അവിടെ. പേടിച്ചൊളിച്ചൊന്നുമല്ല, അവരും തെരുവിൽ കുറേ ബഹളമൊക്കെ വയ്ക്കുന്നുണ്ട്. ബട്ട് അവരാണ് ലൂസേഴ്സ്. അവരെ എണ്ണത്തിൽ കുറവാണല്ലോ. 1,62,00,000 ഹിന്ദുക്കളാണ് ഉള്ളതെന്ന് പറയുന്നു. അപ്പോൾ അവർ എത്ര ചെറിയ മൈനോറിറ്റിയാണ്, 7% മറ്റോ വരും. അപ്പോൾ അവർക്ക് ചെയ്യാവുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതവർ സഹിക്കുന്നു. നമ്മളവരെ എടുക്കുക. നമ്മളിതുവരെ ഒന്നും ചെയ്തിട്ടില്ല, ഒരക്ഷരം വേണ്ടിയിട്ടില്ല. അവിടുത്തെ മൈനോറിറ്റീസിനെ സംരക്ഷിക്കണം എന്ന് മുഹമ്മദ് യൂനിസിനോട് ആവശ്യപ്പെട്ടു. സംരക്ഷിച്ചോളാം എന്ന് അയാളും പറഞ്ഞു. പക്ഷേ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. നമ്മൾ നമ്മുടെ അതിർത്തി തുറന്ന് ഹിന്ദുക്കളെ മാത്രം തിരഞ്ഞു പിടിച്ച് അകത്തേക്ക് കൊണ്ടുവരാൻ തയ്യാറാണ്. അത് ഇൻ്റർനാഷണലി മുഹമ്മദ് യൂനിസുമായിട്ടും മറ്റ് രാജ്യങ്ങളോടും ഒക്കെ പറഞ്ഞിട്ട് ഈ ഗാസയിലേക്ക് സേഫ് കോറിഡോർ ഉണ്ടല്ലോ, ഇസ്രായേൽ പോലും ഒരു സേഫ് കോറിഡോർ കൊടുത്തിട്ടുണ്ട്. സമാധാന പ്രിയന്മാർക്ക് അതിൽ കടന്നു പോകാം. അതുപോലെ ബംഗ്ലാദേശി ഹിന്ദുക്കൾ അതിൽ ഭാരതത്തിലേക്ക് വരണമെന്നുള്ളവർക്ക് കടന്നു വരാം. ഇപ്പോഴും ബംഗ്ലാദേശ് സ്വർഗരാജ്യമാണെന്ന് പറഞ്ഞ് കുറഞ്ഞൊരു 4 ഹിന്ദുവെങ്കിലും അവിടെ ഉണ്ടാവും. അവനവിടെ തന്നെ സ്വർഗരാജ്യം അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ വരാൻ അനുവദിക്കുക. അതിൻ്റെ കൂടെ നുഴഞ്ഞു കയറുന്ന ബംഗ്ലാദേശികളോ റോഹിംഗ്യകളോ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. ഇതിനൊരു 5-6 മാസം എടുക്കും ഇവരെ ഇവിടെ കൊണ്ടുപോകാനും ഇവിടെ താമസിപ്പിക്കാനും. ഇവിടെയുള്ള കുറേ എണ്ണത്തെ അങ്ങോട്ട് ഓടിക്കാൻ കിടപ്പുണ്ട്. അതും നമ്മൾ നേരെ ചെയ്യാറില്ല. നമുക്കൊന്നിലും ഒരു ശ്രദ്ധയില്ല, നമ്മുടെ ബോർഡറിൽ ശ്രദ്ധയില്ല. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒന്ന് ബംഗ്ലാദേശിലെ നേപ്പാളിലേക്ക് ഹിന്ദുക്കളെ നോക്കുക. അവർക്ക് ആകെ ഒരു ആശ്രയം ഇന്ത്യയാണ്. മുസ്ലിങ്ങളെ പോലെയല്ല. മുസ്ലിങ്ങൾ ലോകം മുഴുവൻ എവിടെ വേണമെങ്കിലും തുളച്ചു കയറും. ഹിന്ദുക്കൾ അങ്ങനെയല്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ കൂട്ടിക്കൊണ്ടുവരാനുള്ള പദ്ധതികളാണ് ഉടൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കേണ്ടത്. അല്ലാതെ മുഹമ്മദ് യൂനിസിൻ്റെ വാക്കുമൊക്കെ കേട്ടുകൊണ്ട് ഇതൊക്കെ എല്ലാവരും ഉറപ്പ് തരുന്നതാണ്. ആരെങ്കിലും പറയുമോ? ഇല്ല ഞാൻ മൈനോറിറ്റീസിനെയൊക്കെ വെട്ടിക്കൊല്ലാൻ പോവുകയാണ് എന്നാരും പറയില്ല. എല്ലാവരും പറയും ഞാൻ സംരക്ഷിക്കുന്നേ പറയുള്ളൂ. നടക്കില്ല അയാളെ കൊണ്ട്. അതിനുള്ള പ്രാപ്തിയില്ല അയാൾക്ക്. ആളില്ല, ആയുധമില്ല, ഒന്നുമില്ല. ഈ ടി വിയിലും പത്രത്തിലും ഫോട്ടോ വരുന്നതല്ലാതെ മുഹമ്മദ് യൂനിസിൻ്റെ കമാൻഡിന് കീഴിൽ ആരുണ്ട്? അങ്ങനെ പറഞ്ഞാൽ ആര് കേൾക്കും? ഞാനതാ പറഞ്ഞ പോലീസ് പണിമുടക്കിയിരിക്കുന്നു, പട്ടാളം നിർജ്ജീവമായിരിക്കുന്നു. ഈ സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്യാൻ പോവുക? ഓൾ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്നു പോയി പലതും അടഞ്ഞു കിടക്കുന്നു. നാഥനില്ലാത്ത അവസ്ഥയാണ്.
1,00,000-ഓളം ഹിന്ദുക്കൾ ഒന്നിച്ച് ചേർന്ന് വലിയ പ്രക്ഷോഭം നടത്തി, ഞങ്ങൾ ശക്തമായിട്ട് സംഘടിച്ച് ഇതിനെ പ്രതിരോധിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് നഗരത്തിലേക്ക് റാലിയൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അവരെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ കണ്ടു കഴിഞ്ഞാൽ മറ്റവർ വീണ്ടും തല്ലിക്കൊല്ലാനും വെട്ടിക്കൊല്ലാനും ഒക്കെ ശ്രമിക്കില്ലേ? ശ്രമിക്കും, തീർച്ചയായിട്ടും ശ്രമിക്കും. ലുക്ക്, അവർ സിഗ്നൽ വളരെ ക്ലിയറാണ്. ഒന്ന്, മുജീബുർ റഹ്മാൻ്റെ 18 അടിയോളം വരുന്ന പ്രതിമ അവരടിച്ചു പൊട്ടിച്ചു, അതിൽ മൂത്രമൊഴിച്ചു. എന്താ അതിൻ്റെ മെസ്സേജ്? 1971 നടന്നത് അല്ലെങ്കിൽ മുജീബുർ റഹ്മാൻ ചെയ്തത് ശരിയല്ല എന്നാണ് ആ മെസ്സേജ്. ആ മുജീബുർ റഹ്മാനെ സഹായിച്ച ആൾക്കാരാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യ ചെയ്തത് ശരിയല്ല. അത് കഴിഞ്ഞിട്ട് ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു. അവിടെ ജനറൽ നിയാസി, ജനറൽ അർജുൻ സിംഗ് അറോറയ്ക്ക് കീഴടങ്ങുന്ന, പാകിസ്ഥാൻ പട്ടാള മേധാവി ഇന്ത്യൻ പട്ടാള മേധാവിക്ക് കീഴടങ്ങുന്ന ഒരു പ്രതിമ, അതിൻ്റെ ഫോട്ടോയുണ്ട്, വിശ്വപ്രസിദ്ധമായൊരു ഫോട്ടോയാണ്. ആ ഫോട്ടോ പ്രതിമ പോലെ ആക്കിയിട്ടൊരു മ്യൂസിയം ഉണ്ടായിരുന്നു. അത് അടിച്ചു തകർത്തു. ഇന്ദിരാഗാന്ധിയുടെ മ്യൂസിയം അടിച്ചു തകർത്തു, ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മയ്ക്കുള്ള മ്യൂസിയം, അത് തകർത്തു. സാം മനേക്ഷയുടെ പ്രതിമയുണ്ടായിരുന്നു, അത് തകർത്തു. ഇതെല്ലാം അവർ ഇന്ത്യക്ക് കൊടുക്കുന്ന മെസ്സേജസാണ്. 1971 നിങ്ങൾ ചെയ്ത് ഒട്ടും ശരിയല്ല, ഞങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്നു, ഞങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗമായിട്ട് തുടരാൻ ഇഷ്ടപ്പെടുന്നു. അതാണ് പാകിസ്ഥാനും ഇപ്പോൾ തുള്ളിച്ചാടുന്നത്. ബംഗ്ലാദേശിൽ ജോർജ് ഓർമ്മ. പാകിസ്ഥാൻ വാസ്തവത്തിൽ ഈ അഫ്ഗാനിസ്ഥാനിൽ ഇതുപോലെ താലിബാൻ വന്നു കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ തുള്ളിച്ചാടിയതാണ്. വന്നു, നമ്മുടെ ചേട്ടനാണ് വന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ചേട്ടൻ അനിയനെ ഓടിച്ചിട്ട് തല്ലുകയാണ്. അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ എന്തൊരു വെടിവെപ്പാണ് പാകിസ്ഥാൻ നടത്തുന്നറിയാമോ? ഇവർ അഫ്ഗാനിസ്ഥാൻ നടത്തുന്നറിയാം. അത് പാകിസ്ഥാന് പിൻവലിയേണ്ടി വരുന്നു അവിടുന്ന്. അവിടുത്തെ കുറഞ്ഞ പക്ഷേ ഒരു 3-4-5 മലകളെങ്കിലും അഫ്ഗാൻ്റെ ആണെന്ന് അവർ ക്ലെയിം ചെയ്യുന്നു. ഇറങ്ങിപ്പോടാ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് വലിയ മോർട്ടറും ഗണ്ണും ഒക്കെ വെച്ചിട്ട് പാകിസ്ഥാനെ അടിച്ച് പുറകോട്ട് കൊണ്ടുപോവുകയാണ്. അതും ഇവരാണ് താലിബാൻ അഥവാ ജമാഅത്തെ ഇസ്ലാം. ഇതൊക്കെ മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഓരോ പലവിധ പേരുകളാണല്ലോ. ആ സാധനം തന്നെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ വന്നിരിക്കുന്നത്. ഈ മുസ്ലിം ഭരണാധികാരികൾ സ്വേച്ഛാധിപതികളായി മാറുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ അരാജകത്വം നിലനിൽക്കുന്നത്. പാകിസ്ഥാനിൽ ഇപ്പോൾ ഇത്, പിന്നെ ഈ അഫ്ഗാനിസ്ഥാനിൽ ഏറ്റവും തകർന്നു. ഇപ്പം ബംഗ്ലാദേശ് ഒരുവിധം രക്ഷപ്പെട്ട് അല്ലെങ്കിൽ ഒരു നയപരമായ തീരുമാനമൊക്കെ നിന്നതായിരുന്നു എന്നാണ് കരുതുന്നത്. ഒരു അസസ്മെൻറ്റ് ശരിയല്ല. മുസ്ലിം ഭരണാധികാരികൾ അങ്ങനെ അരാജകവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല. ലുക്ക് അറ്റ് സൗദി അറേബ്യ. അവിടെ ജനാധിപത്യമല്ല, രാജഭരണമാണ്. പക്ഷേ അരാജകത്വം സമ്മതിക്കില്ല. പലസ്തീൻ സിന്ദാബാദ് എന്ന് വിളിച്ചതിന് ഒരുത്തിനെ പിടിച്ച് ജയിലിലിട്ട ഏകരാജ്യം സൗദി അറേബ്യയാണ്. അവർ പറഞ്ഞ് ആ അക്ഷരം ഈ നാട്ടിൽ മിണ്ടിപ്പോകരുത്, നോ പാലസ്തീൻ. അവരെന്താണ് അവിടെ മരിക്കുന്നതെന്ന് വെച്ചാൽ മരിച്ചോട്ടെ, സൗദി അറേബ്യ അതിലിടപെടുന്നില്ല. UAE, ഒമാൻ, കുവൈറ്റ്, ഇതൊക്കെ ജനാധിപത്യം ഇല്ലാത്ത രാജ്യങ്ങളാണ്. പക്ഷെ അവരാരും അരാജകത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നൊന്നുമില്ല. അപ്പോൾ അത് ഒരു ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറയുന്നതിന് പകരം ഒരു അതോറിറ്റേറിയൻ റെജീം എന്നൊക്കെ നമുക്ക് പറയാം. വലിയ ശ്വാസം മുട്ടലൊന്നും അവിടുത്തെ ജനങ്ങൾക്കില്ല. പൗരാവകാശങ്ങൾ നമ്മളുടെ ജനാധിപത്യ രാജ്യത്തുള്ളതുപോലെയുള്ള മൗലികാവകാശങ്ങളോ പൗരാവകാശങ്ങളോ ഇല്ലെന്നേ ഉള്ളൂ. അതർവൈസ് ദേ ആർ ഹാപ്പി. പാകിസ്ഥാനും ബംഗ്ലാദേശും അങ്ങനെയല്ല, നിരന്തരം അരാജകത്വമാണ്. തോക്കെടുത്തവൻ വെളിച്ചപ്പാട് എന്നുള്ള സ്ഥിതി. പണ്ട് വാളായിരുന്നു, ഇപ്പോൾ തോക്കെടുക്കുന്നു. തോക്ക് ഇഷ്ടം പോലെ ലഭ്യമാണ്. എവിടെ നിന്നാണ് ഇവർക്ക് ഈ ആയുധങ്ങളൊക്കെ കിട്ടുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ബംഗ്ലാദേശ് വാസ്തവത്തിൽ ഭാരതത്തിന് ഒരു 5-6 മണിക്കൂർ നേരത്തെ ജോലിയേ ഉള്ളൂ. ബംഗ്ലാദേശിന് വലിയ സൈന്യമൊന്നുമില്ല, അറിയാമോ? അവർക്ക് അന്തർവാഹിനിയില്ല, വിമാനവാഹിനി, കപ്പലിൽ വെച്ചാൽ എന്തെങ്കിലും 1-2 ഐറ്റമൊക്കെ ഉള്ളൂ. ഈ പറഞ്ഞ മാതിരി വലിയ സൈന്യമൊന്നും ബംഗ്ലാദേശിനില്ല. ബംഗ്ലാദേശ് പട്ടാളം എന്നൊക്കെ പറയും. എന്ത് പട്ടാളം? വലിയ നമ്മൾ കയറി ഒരു നിരത്തി കഴിഞ്ഞാൽ ഒരു 6-7 മണിക്കൂർ നേരത്ത് കൊണ്ട് നിയന്ത്രണം നമ്മുടെ കയ്യിലാകും. ഹിന്ദുക്കളെ എല്ലാം ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക, അവിടെ നിന്ന് ഇറങ്ങിപ്പോരുക, ഈ എന്താണെന്ന് വെച്ചാൽ ചെയ്തു എന്ന് പറയുക, നമ്മളുടെ അതിർത്തി വേലികെട്ടി അടയ്ക്കുക. അതാണ് ഏറ്റവും പ്രയാസം പിടിച്ച് കണ്ടത്. സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും കാലമായിട്ടും ബംഗ്ലാദേശ് ബോർഡർ സീൽ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. പാകിസ്ഥാൻ ബോർഡറും സീൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇപ്പോൾ ഡിഫിക്കൽട്ട് ടെറൈനാണ്, തോട്, പാടം, വെള്ളം, നദി, അത് ഇതൊക്കെ ആയിട്ട്. അപ്പോൾ അതിന് ഒരുപാട് കാശൊക്കെ മുടക്കണം. നമ്മളങ്ങനെ ശ്രദ്ധിച്ചില്ല, അങ്ങനെ പോയി. അപ്പോൾ അതിലൂടെ ചുമ്മാ അങ്ങോട്ട് കയറി വരാം ആളുകൾക്ക്.
അങ്ങനെയാണ് അവിടെ നിന്ന് എറണാകുളത്തവരെയൊക്കെ വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ, പെരുമ്പാവൂർ തമ്പടിച്ചിരിക്കുന്നവരൊക്കെ. അതിനകത്തൊക്കെ ബംഗാളി എന്ന് നമ്മൾ പറയുമെങ്കിലും ബംഗ്ലാദേശികളാണ് അതിൽ കൂടുതൽ. ഇത് തിരിച്ചറിയാൻ ബംഗാളികൾക്ക് പറ്റുള്ളൂ. നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവില്ല, അവർക്ക് മനസ്സിലാവും. ഈ തിരുവിതാംകൂറും മലബാറും പോലെയാണ് പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും. പൂർവ്വ ബംഗാൾ ബംഗ്ലാദേശികളെ അവരുടെ ഭാഷയുടെ സ്ലാങ് കൊണ്ട് ഇവർക്ക് മനസ്സിലാവും, വെസ്റ്റ് ബംഗാളിലുള്ളവർക്ക് മനസ്സിലാവും. നമുക്ക് ഇത് കേട്ടാൽ ഒന്നും മനസ്സിലാവില്ല, അതുകൊണ്ട് വ്യത്യാസം മനസ്സിലാവുന്നില്ല. പക്ഷേ തിരുവിതാംകൂറും മലബാറും തമ്മിൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാവില്ല, ഇയാൾ വടക്കനാണ് എന്ന് പെട്ടെന്ന് പിടികിട്ടും. അതുപോലെ പശ്ചിമ ബംഗാളിലുള്ളവർക്ക് ബംഗ്ലാദേശികളെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. പക്ഷേ അപ്പോൾ അങ്ങനെ അതിനുള്ളൊരു സംവിധാനവും ഒന്നും നമുക്കില്ല. നമ്മളൊരിക്കലും ഈ പറഞ്ഞ തെമ്മാടികളെ ഒന്നും പുറത്താക്കാറില്ല. അവരിങ്ങനെ അകത്ത് തന്നെ വിലസ് നടക്കുകയാണ് നമ്മളൊരു പതിവ്. നമ്മൾ ഈ CA പോലുള്ള നിയമങ്ങളൊക്കെ നടപ്പാക്കുന്നത് ഇങ്ങനെ അവശത അനുഭവിക്കുന്ന ന്യൂനപക്ഷ പ്രത്യേകിച്ച് ഹിന്ദു വിഭാഗങ്ങളെയൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തിലല്ലേ? അപ്പം പിന്നെ എന്തുകൊണ്ട് ഇത്രയും അക്രമങ്ങൾക്കിരയായ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്തത്? അല്ലെങ്കിൽ സ്വീകരിക്കാൻ പറ്റില്ല. CAA നിയമത്തിൽ നിങ്ങളുടെ കട്ട് ഓഫ് ഡേറ്റ് 2014 ഡിസംബറാണ്. 2014 ഡിസംബറിന് മുമ്പ് വന്നവർക്കാണ് CAA ബാധകം, അതിനുശേഷം വന്നവർക്ക് ബാധകമല്ല. അപ്പോൾ അതിനുശേഷം വന്നവർക്കോ കേന്ദ്ര സർക്കാരിന് ഉത്തരമില്ല. 2019 CAA പാസ്സാക്കി. 2023, 23 വരെ അതിൻ്റെ ചട്ടങ്ങൾ രൂപീകരിച്ചില്ല, വെറുതെ വെച്ച് താമസിച്ചു 4 വർഷം. അപ്പോൾ അത്രയും കാലം ആർക്കും കൊടുക്കാതിരുന്നത് എന്താ? പൗരത്വം കൊടുത്തില്ല. ഒടുവിൽ ചട്ടം ഉണ്ടാക്കി. അന്ന് 3-4 പത്രവാർത്തയൊക്കെ വന്നു, 17 പേർക്ക് ഇവിടെ പൗരത്വം കൊടുത്തു, 25 അവിടെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. തെരഞ്ഞെടുപ്പായി കഴിഞ്ഞു, പിന്നെ അതിനെപ്പറ്റി അനക്കില്ല. ഇപ്പോൾ ബംഗ്ലാദേശികൾക്ക് വേണ്ടി വേറെ നിയമം ഉണ്ടാക്കേണ്ടി വരും. CAAയിൽ ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് വരുന്നവർ CAAയിൽ പെടില്ല. കാരണം CAAയുടെ വാതിലുകൾ അടച്ചു. 2014 ഡിസംബർ വെച്ചിട്ട് അടച്ചിരിക്കുകയാണ് CAAയുടെ വാതിൽ. അതെന്തുകൊണ്ട് അടച്ചിട്ടു അന്നത്തെ ഡേറ്റിൽ എന്നുള്ളത് അറിഞ്ഞും കൂടാ. അത് തുറന്നിടാമായിരുന്നു. ഇനി 100-150 വർഷത്തേക്ക് ആ വാതിൽ തുറന്നിട്ടുണ്ട്. കുറേ അധികം ഹിന്ദുക്കൾ ഇനിയും വരാനുണ്ട്. അവർ വരും, ഇന്നല്ലെങ്കിൽ നാളെ തലകിട്ടി കഴിയുമ്പോൾ വരും. അവരെ കയറ്റാനായിട്ട് ആ വാതിൽ തുറന്നു വയ്ക്കേണ്ടിയിരുന്നു. പക്ഷേ അത് 2014 ഡിസംബർ വെച്ച് അടച്ചുമിട്ടിരിക്കുന്നു. വാസ്തവത്തിൽ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഗവൺമെൻറ്റിൻ്റെ ഇക്കാര്യത്തിലുള്ള നയം എന്നുള്ളത്. ഇപ്പോൾ ബംഗ്ലാദേശിലെ കലാപം അതായത് ഹിന്ദുക്കൾക്ക് നേരെയുള്ള അക്രമം ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. ഈ പറയുന്ന ബംഗ്ലാദേശ് ഭരണാധികാരിയുടെ വാക്കുകൾക്കൊന്നും ഒരു വിലയില്ലാതെ മുന്നോട്ട് പോകും. ഇതാണ് സംഭവിക്കാൻ പോവുക. യെസ്, അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി എന്താ ബംഗ്ലാദേശിൻ്റെ ഭാവി? ഭാരതം ഇടപെടണം, അടിയന്തരമായിട്ട് ഭാരതം ഇടപെടണം. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തുമായിക്കോട്ടെ, ഭാരതം ആർമിയെ വിട്ട് ബംഗ്ലാദേശിൽ നിന്ന് ഹിന്ദുക്കളെ മോചിപ്പിക്കുക, അവിടെ അത്യാവശ്യം വേണ്ട ജോലികളൊക്കെ ചെയ്തിട്ട് ഒരു വലിയൊരു ബേസും അവിടെ ഉണ്ടാക്കിയിട്ട് തിരിച്ചു വരിക. വി നീഡ് എ ബേസ് ഇൻ ബംഗ്ലാദേശ്. പക്ഷേ അത് ഇഷ്ടമില്ലാത്ത അമേരിക്ക പോലുള്ള രാജ്യങ്ങളുണ്ടാവില്ലേ? അമേരിക്കയുടെ ഇഷ്ടം പോകാൻ അമേരിക്കയ്ക്ക് ഇഷ്ടമില്ലാത്ത എത്രയോ കാര്യങ്ങൾ എത്രയോ രാജ്യങ്ങൾ ചെയ്യുന്നു. ഇറാഖിൽ അമേരിക്ക യുദ്ധം നടത്തുമ്പോൾ ഇറാഖിന് സാങ്ഷൻസ്, എക്കണോമിക് സാങ്ഷൻ, ആരും ഒരു സാധനവും ഇറാഖിലേക്ക് എത്തിക്കരുത്. ശ്രീലങ്ക പറഞ്ഞു ഞങ്ങൾ എത്തിക്കും. ഒരു കപ്പൽ തേയില ശ്രീലങ്ക ഇറാഖിലേക്ക് അയച്ചു. അമേരിക്ക പറഞ്ഞു കപ്പൽ ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് മുക്കും. ശ്രീലങ്ക പറഞ്ഞു മുക്കിക്കോ, ഞങ്ങൾ കരാറെടുത്തതാണ്. ഇത്രാം തീയതി ഒരു കപ്പൽ തേയില എത്തിക്കാമെന്ന് അയാളുമായിട്ട് കരാർ എഴുതിയതാണ്. ആ കരാറിൽ അമേരിക്കയുടെ യുദ്ധം വന്നാൽ ഞങ്ങൾ തേയില തരില്ല എന്നൊന്നും ഞങ്ങൾ എഴുതിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്, ഞങ്ങളത് അയക്കുകയാണെന്ന് ശ്രീലങ്ക അയച്ചു. ശ്രീലങ്കയുടെ കപ്പൽ വഴിയിൽ വെച്ച് അമേരിക്ക മുക്കിയാൽ നാണക്കേടറക്കാം. അമേരിക്കയ്ക്കാണ്, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ശ്രീലങ്കയുടെ കൊടിയും വെച്ച് അവരുടെ കപ്പൽ പോയി ഇറാഖിൽ തേയില ഇറക്കിയിട്ട് തിരിച്ചു വന്നു. രാജ്യം പോകാൻ പറയുന്ന അമേരിക്കയോട് ആരമേരിക്കയെ പേടിക്കുന്നത്? ഒരു പേടിക്കണ. ഇപ്പോൾ ഇസ്രായേൽ വല്ലതും മൈൻഡ് ചെയ്യുന്നുണ്ടോ? UN സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയം പാസ്സാക്കി അട്ടിയിട്ട് വെച്ചിരിക്കുകയാണ് ഗാസയിലെ ആക്രമണം നിർത്തണമെന്ന് പറഞ്ഞിട്ട്. അവർ നിർത്തിയിട്ടൊന്നുമില്ല. ആരും കേൾക്കുന്നില്ല. യുക്രൈൻ കേൾക്കുന്നില്ല, റഷ്യ കേൾക്കുന്നില്ല, ഇസ്രായേൽ കേൾക്കുന്നില്ല, മ്യാൻമർ കേൾക്കുന്നില്ല, ശ്രീലങ്ക കേൾക്കുന്നില്ല. നമുക്ക് മാത്രം അമേരിക്കയ്ക്ക് ദേഷ്യം വരും. വന്നാൽ വരട്ടെ.
അപ്പോൾ എന്തായാലും ഈ ബംഗ്ലാദേശിലെ ഈ ആക്രമണങ്ങൾ ഇങ്ങനെ രീതിയിൽ തുടരുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള മറുപടികൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഉണ്ടാവണം. അല്ലെങ്കിൽ പിന്നെ നമ്മളൊരു ഗവൺമെൻറ് എന്ന് പറഞ്ഞിരിക്കുന്ന അർത്ഥമുണ്ട്. നമുക്ക് കാത്തിരിക്കാം അതിന്. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.